എൻ്റെ പേര് അന്നക്കുട്ടി വിജയ്, കൊഴിനാട് സ്വദേശിനിയാണ്. 3 മാസം മുൻപ് ഞാൻ ഗുരുതരമായ ഒരു രോഗാവസ്ഥയിലേക്ക് പോയിരുന്നു. ഈ ഹോസ്പിറ്റലിൻ്റെ ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലെ മിസ്റ്റർ റെബിൻ ഫ്രാൻസിസിൻ്റെ നിർദ്ദേശപ്രകാരം എൻ്റെ മകൻ്റെ ആഗ്രഹപ്രകാരവും 2026 മാർച്ച് 18-ാം തീയതി ഞാനിവിടെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിക്കപ്പെട്ടു. അന്ന് ക്രിട്ടിക്കൽ കെയറിലെ ഡോക്ടർ ജോസകുട്ടി, ഡോക്ടർ അഞ്ജു എന്നിവരുടെ പ്രത്യേക പരിചരണത്തിൽ ഞാനിവിടെ 1.5 മാസത്തോളം കഴിഞ്ഞു. അന്നക്കുട്ടി അമ്മച്ചി ഇവിടെ നമ്മുടെ മാർസിലേരിയയിൽ ഒരു 3 മാസം മുമ്പ്, അതായത് വളരെ ക്രിട്ടിക്കലായിട്ടൊരു സിറ്റുവേഷൻ, ഇൻഫ്ലുവൻസ എ, ന്യൂമോണിയ, ARDS എന്നൊരവസ്ഥയിൽ വന്നു. അത് ലങ്സിനെ കൂടാണ്ട് ഹൃദയത്തെയും ബാധിച്ച് അമ്മച്ചി വെന്റിലേറ്റർ ഫുൾ സപ്പോർട്ടിലോട്ടാണ് നമ്മുടെ ആശുപത്രിയിലോട്ട് എത്തിയത്. അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ 2 ലങ്സിനെയും ഒരു 95% ന്യൂമോണിയ ബാധിച്ചിരുന്നു. ആ ക്രിട്ടിക്കൽ അവസ്ഥയിൽ നമ്മൾ ഒരു എക്മോ വരെ എത്തുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളൊരു എഫേർട്ടായിട്ട് ഒരു ടീം അപ്രോച്ച് നമ്മൾ അമ്മയ്ക്ക് ഒരു 5 തവണ ഇനിഷ്യലി പ്രോൺ ചെയ്തു. അതിനുശേഷം ARDS വെന്റിലേറ്റർ സപ്പോർട്ട്, അതർ സപ്പോർട്ട് കെയറും കൊടുത്തുകൊണ്ട് അമ്മേനെ നമ്മൾ ഇനീഷ്യലി ഒന്ന് ഇമ്പ്രൂവ് ആയി വന്നു. ഇത്രയും ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ കൂടെ കടന്നു പോയപ്പോൾ നമ്മൾ, അതായത് വെന്റിലേറ്റർ സപ്പോർട്ട്, ആൻറ്റിബയോട്ടിക്സ് അഡിക്വേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്ത ശേഷം അമ്മേനെ നമുക്ക് ഗ്രാജുവലി നമുക്ക് വെന്റിലേറ്ററിനെ മാറ്റാൻ സാധിച്ചു. ക്രമേണ അവിടെ നിന്ന് മെച്ചപ്പെട്ട് ആ 1.5 മാസത്തെ ഇടവേളയിൽ എൻ്റെ ജീവൻ പല ഘട്ടങ്ങളിലും വളരെ അപകടകരമായ അവസ്ഥകൾ തരണം ചെയ്താണ് കടന്നു വന്നതെന്ന് പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതിനിടയിൽ ശ്വാസകോശ വിഭാഗത്തിലെ ഡോക്ടർ രാജകൃഷ്ണൻ, ENT വിഭാഗത്തിലെ ഡോക്ടർ മാനസ എന്നിവരുടെ പ്രത്യേക പരിചരണം എനിക്ക് ലഭ്യമായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് മെച്ചപ്പെട്ട എന്നെ പിന്നീട് PMR വിഭാഗത്തിലേക്ക് മാറ്റുകയും ICUവിൽ വെച്ച് തന്നെ എന്നെ എണീറ്റ് നിൽക്കാവുന്ന അവസ്ഥയിലേക്ക് ഫിസിയോതെറാപ്പി വഴി ആക്കിയതിന് ശേഷമാണ് PMRലേക്ക് എന്നെ മാറ്റിയത്. അതിനുശേഷം ഡോക്ടർ അനിറ്റിൻ്റെ മേൽനോട്ടത്തിലായിരുന്നു. അന്നക്കുട്ടി ടീച്ചറിനെ ആദ്യമായിട്ട് റീഹാബിൽ നിന്നൊരു കൺസൾട്ടേഷൻ ആയിട്ട് വന്ന് നമ്മൾ പോയി കാണുന്നത് ICUവിൽ അഡ്മിറ്റ് ആയിരുന്ന സമയത്ത് തന്നെയാണ്. ഇപ്പോൾ റീഹാബിലിറ്റേഷൻ ഏത് സമയത്ത് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ICUവിൽ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അവിടുത്തെ ഒരു ഗോൾ എന്ന് പറയുന്ന പല കോംപ്ലിക്കേഷൻസും മുന്നോട്ട് മാക്സിമം ഒഴിവാക്കുക, അല്ലെങ്കിൽ മുന്നോട്ട് ഇത് റിക്കവറായി വരുന്ന അവസരത്തിൽ നല്ല രീതിയിൽ ഫങ്ഷണലി ബെറ്റർ ആകാനായിട്ട് ആകത്തക്ക രീതിയിൽ മസിൽസിനെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു സമയത്ത് ICUവിലെ അക്യൂട്ട് ഫേസിലെ ഗോളായി സെറ്റ് ചെയ്തിരുന്നത്. ഇപ്പം ICU തൊട്ട് നമ്മൾ ക്രിട്ടിക്കൽ കെയറിൻ്റെ അണ്ടറിൽ 2 മാസത്തോളം ടീച്ചർ അവിടെയായിരുന്നു അഡ്മിറ്റ് ആയിരുന്നത്. ആ സമയത്ത് ഫിസിയോതെറാപ്പി ആയിരുന്നു മെയിനായിട്ടും പൊയ്ക്കൊണ്ടിരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ സ്പീച്ച് ആൻഡ് സ്വാളോ തെറാപ്പി, ഒക്യുപ്പേഷണൽ തെറാപ്പി ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഓരോ പോയിന്റിലും വന്നുകൊണ്ടിരുന്ന ചേഞ്ചസ് അനുസരിച്ച് കറക്റ്റ് ടൈമിൽ റീഹാബ് പ്ലാൻസ് വീണ്ടും നമ്മൾ പ്ലാൻ ചെയ്യുക, ഗോൾസ് ചേഞ്ച് ചെയ്ത് ആപ്റ്റായിട്ടുള്ളൊരു റീഹാബിലിറ്റേഷൻ പ്ലാനിലൂടെ തന്നെ പേഷ്യൻ്റ് റിക്കവറിയിലേക്ക് എത്തുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ 2 മാസത്തെ ക്രിട്ടിക്കൽ കെയർ അഡ്മിഷൻ്റെ സമയത്ത് റീഹാബിലേക്ക് ട്രാൻസിഷൻ നടക്കുന്ന ആ ഒരു പോയിന്റിൽ ഓൾറെഡി പേഷ്യൻ്റ് എണീറ്റ് നിൽക്കുന്ന രീതിയിലേക്ക്, അന്നും ഓക്സിജൻ സപ്പോർട്ട് കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട്. പക്ഷേ വിത്ത് സപ്പോർട്ട് ഒരു പ്ലാറ്റ്ഫോം വോക്കർ അല്ലെങ്കിൽ ഗേറ്റേഴ്സിൻ്റെ ഒക്കെ സഹായത്തോടു കൂടി നമ്മൾ ആദ്യം സ്റ്റാൻഡിങ്ങിലേക്ക് അച്ചീവ് ചെയ്തു. മീൻവേ ലങ് കണ്ടീഷൻ വളരെ മോശം അവസ്ഥയിലായിരുന്നു. അപ്പം ചെറിയൊരു കാര്യം, ഉദാഹരണത്തിന് ബെഡിൽ നിന്ന് തന്നെ എണീക്കുന്നത് പോലും ആളുടെ സാച്ചുറേഷൻ ഡ്രോപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ വളരെ ചെറിയൊരു എഫേർട്ട്, ഒരു കാര്യം എടുക്കാനായിട്ട് കൈ യൂസ് ചെയ്യുക, ചെറിയ മൂവ്മെൻറ്റ്സിൽ പോലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ലങ്ങിൻ്റെ കണ്ടീഷൻ അത്ര മോശമായിരുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ ലങ് കണ്ടീഷനിങ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി റീഹാബിലിറ്റേഷന് വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ട് നമ്മൾ അത് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഗ്രാജുവലി ഓരോ കണ്ടീഷൻസ് ബെറ്ററായി വന്നു. 2 മാസത്തെ ക്രിട്ടിക്കൽ കെയറിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് അവരുടെ അണ്ടറിൽ തന്നെ നമ്മുടെ റീഹാബ് ഗോൾസും കൂടി അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് റീഹാബിലിറ്റേഷൻ മുന്നോട്ട് പോയി. അതിനുശേഷം 1 മാസം കംപ്ലീറ്റ്ലി റീഹാബിൻ്റെ അണ്ടറിലേക്ക് തന്നെ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫർ ആയതിനു ശേഷം റീഹാബിലിറ്റേഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്തു.
അപ്പം ഓക്സിജൻ സപ്പോർട്ടോടുകൂടിയാണ് ആദ്യത്തെ ടൈമിലൊക്കെ റീഹാബിലിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തത്. തെറാപ്പി ഹാളിൽ തന്നെ 2 മിനിറ്റ് മാത്രം നിൽക്കാവുന്ന അവസ്ഥയിൽ നിന്ന് ഇന്നിപ്പോൾ യാതൊരുവിധ സപ്പോർട്ടും ഇല്ലാതെ തന്നെ സ്വന്തം കാര്യങ്ങളെല്ലാം ചെയ്യത്തക്ക രീതിയിലേക്കുള്ളൊരു ട്രാൻസിഷൻ എന്ന് പറയുന്നത് വളരെ കുറേ നാളത്തെ എഫേർട്ടിൻ്റേതും അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ കൂട്ടത്തിലുള്ള ഒരു ഫാമിലി സപ്പോർട്ട്, മെഡിക്കൽ മാനേജ്മെൻറ്റ്, തെറാപ്പി പോയിൻ്റ് ഓഫ് വ്യൂ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒത്തിണക്കി ചേർന്ന് വരുമ്പോഴാണ് നല്ലൊരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള റിസൾട്ടിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ റീഹാബിനെ കുറിച്ച് പറയുമ്പം ഏത് സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്നു, അത് കറക്റ്റായിട്ട് ഒരു കറക്റ്റ് ടൈമിൽ സ്റ്റാർട്ട് ചെയ്ത് കറക്റ്റ് പ്ലാനിലൂടെ പ്രോഗ്രസ് ചെയ്ത് പോകുമ്പോൾ പേഷ്യൻറ്റിന് മുന്നോട്ടുണ്ടാകുന്ന ഒരു ഫങ്ഷണൽ റിക്കവറി എപ്പോഴും ബെറ്റർ ആയിരിക്കും. അത് വളരെ നല്ലൊരു രീതിയിൽ തന്നെ നമുക്ക് അന്നക്കുട്ടി ടീച്ചറിൻ്റെ കാര്യത്തിൽ കാണാനായിട്ട് സാധിക്കുകയും ചെയ്തു. ഇപ്പോൾ എനിക്ക് എണീറ്റ് നിൽക്കാനും നടക്കാനും എൻ്റെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നിർവഹിക്കാനും സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് PMR വഴി എന്നെ പ്രാപ്തിയാക്കി. ഞാനിവിടെ ആയിരുന്ന സമയത്ത് എന്നെ പരിചരിച്ച എല്ലാ ഡോക്ടർമാർക്കും, നേഴ്സുമാർക്കും, ഫിസിയോതെറാപ്പിസ്റ്റുകൾക്കും, മറ്റെല്ലാ സ്റ്റാഫ് അംഗങ്ങൾക്കും ഞാൻ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു.